ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് മോസിൻ്റെ റെസിപ്പിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് മോസ് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഫുള്ളായിട്ട് കാണുക. മാത്രമല്ല ഇന്നത്തെ റെസിപ്പിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ നിന്ന് 1/2 kg മതിയാകും. ഇത് 1 kgയുടെ പാക്കറ്റാണ്. അതുപോലെ ഒരു 250 ഗ്രാം ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പൗണ്ട് ചോക്ലേറ്റ് ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്യുന്നതിനുള്ള ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 kgയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1 kgയിൽ നിന്നും പകുതിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള ക്രീം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്റ്റിഫായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം വിപ്പായിട്ട് കിട്ടും. നമ്മൾ വിസ്ക് ഉപയോഗിച്ച് ബുദ്ധിമുട്ടണ്ട. ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ മടിക്കുന്നവർക്ക് മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് മൗസിന് വേണ്ടി ഈ ഒരു പരുവത്തിലാണ് ക്രീം വേണ്ടത്. നമ്മളിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിനി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവനിൽ ഒരു 30 സെക്കൻഡ് നമ്മൾ ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് നമുക്ക് വെച്ച് കൊടുക്കണം. നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, അധികം പരിചയമില്ലാത്തവരാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിനെ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതിനേക്കാളും കുറച്ച് വായുവട്ടമുള്ള ഒരു ബൗളിലേക്ക് ചോക്ലേറ്റ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടാമത്തെ 30 സെക്കൻഡ് കൂടെ ഞാൻ വെച്ചെടുത്തപ്പോഴത്തേക്കും ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരുമിച്ച് 1 മിനിറ്റായിട്ട് വെക്കരുത്. 30 സെക്കൻഡ് എന്ന് 2 തവണയായിട്ടേ വെക്കാവൂ. നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ടെമ്പർ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ലംസൊക്കെ നന്നായിട്ട് മാറ്റി നല്ല ഗ്ലോസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മുടെ ക്രീമുമായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ക്രീം നല്ല തണുത്തതാണ്. ചോക്ലേറ്റ് അങ്ങനെ ആകുമ്പോൾ വേഗം തന്നെ സെറ്റായി തുടങ്ങും. അതുകൊണ്ട് വേഗം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ്ചറിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുക. സ്പൂണിട്ടോ സ്പാച്ചുല ഇട്ടോ ഇളക്കി കൊടുക്കാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ആണ്, കൊക്കോ പൗഡർ അല്ല. അതുകൊണ്ട് വേഗം തന്നെ സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ലംസ് പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മൗസിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ക്രീമും ആ ചോക്ലേറ്റിൻ്റെ മിക്സും ഒക്കെ ഒരു ഭാഗത്തും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാതെ നന്നായിട്ട് മിക്സ് ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനൊരു സെർവിങ് ബൗളിലോ ഗ്ലാസ്സിലോ നിങ്ങൾ എന്തിലാണോ എടുക്കുന്നത് അതിലേക്ക് നമുക്കതിനെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിൽ നിന്നും കുറച്ച് പോർഷൻ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഡാർക്ക് കമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്നും കുറച്ച് ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള മോസിൻ്റെ മിക്സ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്ലാസ് ഫുള്ളും ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ബാക്കിയുള്ള ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതും കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.